ഞാനിപ്പോ എന്ത് ചെയ്യും? ആരുടെ കാര്യം പറയും? ചിത്രയുടെയോ താരയുടെയോ? ഒരാളുടെ കാര്യം പറഞ്ഞ മറ്റേ ആൾക്ക് ദേഷ്യമോ? ഇനിയിപ്പോ എന്ത് ചെയ്യും? ഈശ്വരാ. ഇപ്പൊ എങ്ങനെയുണ്ട്? ഈ വീടിന്റെ അധികാരം ഇത്ര വലിയ തലവേദനയാകുമെന്ന് നീ കരുതി കാണില്ല. നിന്റെ രണ്ടു മരുമക്കളും ഒരേ കാര്യമാണ് ചോദിച്ചത്. താരയെയും ഭർത്താവിനെയും ദുബായിലേക്ക് അയക്കൂ, അതോ ബാലുവിനരികിലേക്ക് ചിത്രയെ അയക്കൂ? നീ എടുക്കുന്ന തീരുമാനം ആരെയും വേദനിപ്പിക്കാൻ പാടില്ലെന്ന DKയുടെ കൽപ്പന. ഓർമ്മയില്ലേ നിനക്ക്? ഇനി ഈ കുടുംബത്ത് സന്തോഷം ഉണ്ടാവണം. എനിക്കിതുവരെ ചെയ്യാൻ സാധിക്കാതെ പോയ കാര്യങ്ങൾ നീ ഇവർക്ക് വേണ്ടി ചെയ്യണം. ഇവരുടെ സന്തോഷത്തിന് വേണ്ടി നിനക്ക് എന്തും ചെയ്യാം. നിങ്ങളുടെയൊക്കെ സന്തോഷം എന്താണെന്ന് മനസ്സിലാക്കുന്ന ഇവൾക്ക് നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി തീരുമാനമെടുക്കാനും കഴിയും. പറയടി, ആരെയാ നീ ഫേവർ ചെയ്യുന്നത്? ഇതിൽ ആരെങ്കിലും ഒരാള് സങ്കടപ്പെട്ടാ പോലും DK അത് സഹിക്കില്ല. എപ്പോഴും മണ്ടത്തരങ്ങൾ മാത്രം പറയുന്ന നിനക്ക് ഒരിക്കലും ഇതിനൊരു യുക്തമായ തീരുമാനം എടുക്കാൻ കഴിയില്ല. ഇത്രയും നാളും ഈ കുടുംബത്തിൽ ഒരു കലഹവും ഉണ്ടായിരുന്നില്ല. താര ഭർത്താവിന്റെ ഒപ്പം വിദേശത്ത് പോയി താമസിച്ചാലും ചിത്ര ഭർത്താവിന്റെ ഒപ്പം പോയി താമസിച്ചാലും അവർ ഈ വീട്ടിൽ നിന്ന് താമസം മാറി എന്നാണ് അർത്ഥം. DK അത് സഹിക്കില്ല. ഇവിടെ നിന്ന് മാറി താമസിക്കാൻ DK ഒരാളെയും അനുവദിക്കില്ല. കാണട്ടെ അമ്മായിയമ്മയുടെ മിടുക്ക്. ദുബായിൽ നിന്ന് ബാലുവിനെ തിരിച്ചു വിളിച്ച് ചിത്രയുടെ അരികിലാക്കിയിട്ട് എന്നെയും ഗോകുലിനെയും കൂടി ദുബായിലേക്ക് അയച്ച എല്ലാം നടക്കും. അവിടുത്തെ ബിസിനസ് ഞങ്ങൾ നോക്കിക്കോളാം. നീ എന്ത് തീരുമാനമെടുത്താലും അത് ഈ കുടുംബത്തിനെ രണ്ടായി പിളർക്കുന്ന രീതിയിലേക്ക് മാറ്റിയെടുക്കാൻ എനിക്ക് പറ്റും. ഈ പ്രതിസന്ധി ഞാൻ എങ്ങനെ മറികടക്കും? എന്ത് തീരുമാനം എടുത്താലും ഒരാളെ വേദനിപ്പിക്കേണ്ടി വരും. ശരിക്കും ചോര പൊടിയാതെ സർജറി നടത്തുന്ന പോലെയത്. ആർക്കും വേദനിക്കാൻ പാടില്ല. എല്ലാവർക്കും സന്തോഷാവുകയും വേണം. യെസ്, ഐഡിയ. ഞാൻ എന്ത് തീരുമാനം എടുത്താലും അതിന് ഹിറ്റ്ലറുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ആരും വേദനിക്കില്ല. ഞാൻ എടുക്കുന്ന തീരുമാനം ആദ്യം ഹിറ്റ്ലറിന് ഇഷ്ടപ്പെടണം. ആദ്യം ഹിറ്റ്ലറിനോട് തന്നെ ചോദിക്കാം. ഞാൻ കൊളുത്തിവിട്ട തീയിൽ
ഇവള് ശരിക്കും കത്തി ഉരുകുന്നുണ്ട്. എന്റെ കാര്യത്തിൽ എങ്ങനെയെങ്കിലും സഹായിക്കാൻ ജ്യോതിയോട് പറയണം. ജ്യോതിയോട് എന്നെയും ഗോകുലിനെയും ദുബായിക്ക് വിടാൻ തന്നെ പ്ലാൻ ചെയ്യാൻ പറയണം. ഞങ്ങളുടെ കാര്യം എന്തായി ജ്യോതി? എന്റെ കാര്യം ഓക്കെ അല്ലേ? മാറ്റമില്ലല്ലോ. ഹിറ്റ്ലർ സമയത്തിന് തന്നെ വന്നു. ഇതിനൊരു പരിഹാരം കാണാൻ ഇയാളോട് തന്നെ ചോദിക്കാം. ആരുടെ കാര്യം സക്സസ് ആകുമെന്ന് കണ്ടറിയണം. ഹലോ, എക്സ്ക്യൂസ് മീ. ഞങ്ങളൊരു മീറ്റിംഗിലായിരുന്നു. എന്താ ക്യാബിനറ്റ് മീറ്റിംഗ് ആണോ? എനിക്ക് ഈ ഭ്രാന്തിന് കളയാൻ സമയമില്ല കേട്ടോ. അല്ല, അങ്ങനെ അങ്ങ് പോയാലോ? എനിക്കൊരു ഹെൽപ്പ് വേണമായിരുന്നു. എന്ത് ഹെൽപ്പ്? അതിൽ നിന്ന് താഴത്തേക്ക് ഇറങ്ങി വാ ചേട്ടാ, വാ. എന്താ? എനിക്ക് നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ വേണം. ഒപ്പീനിയനോ? മണ്ടത്തരങ്ങൾക്ക് എന്തിനാ ഒപ്പീനിയൻ? പ്ലീസ് ചേട്ടാ, പ്ലീസ്. ഒരു അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമായതുകൊണ്ടല്ലേ ഞാൻ നിങ്ങളോട് യാചിക്കുന്നത്. അവസരവാദിയായ നീ പറയുന്നത് കേൾക്കാൻ തന്നെ എനിക്ക് താല്പര്യമില്ല. നിനക്ക് ആവശ്യമുള്ളപ്പോ നീ ഒരു രീതിയിൽ സംസാരിക്കും, അല്ലാത്തപ്പോ മറ്റൊരു വിധത്തിൽ സംസാരിക്കും. ആദ്യം നീ ഓർഡർ ഇടും, അത് നടക്കാതാവുമ്പോ പിന്നെ നീ യാചിക്കും. പാവം, ജ്യോതി പറയുന്നത് എന്താണെന്ന് പോലും DK കേൾക്കുന്നില്ല. DK, ജ്യോതിക്ക് പറയാനുള്ളത് എന്താണെന്നൊന്ന് കേൾക്ക്. ഇവളുടെ സാരോപദേശ കഥകൾ കേൾക്കാൻ എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല. ഓ, പറയാൻ എനിക്ക് ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ല. ശരി. അതെ, എനിക്ക് ഭ്രാന്തുണ്ടായിട്ടല്ല നിങ്ങളിവിടെ പിടിച്ചു നിർത്തിയിരിക്കുന്നത്. വളരെ സീരിയസ് ആയിട്ടുള്ള പ്രോബ്ലത്തിന് നിങ്ങളുടെ അഭിപ്രായം ചോദിക്കാൻ വേണ്ടിട്ടാ. പ്രോബ്ലം നിനക്കാണോ അതോ ഈ വീടിനാണോ? രണ്ടുമല്ല, ഈ വീട്ടിലുള്ളവർക്കാ പ്രോബ്ലം. ഓ, ആണെങ്കി സോറി, ഞാനത് കേൾക്കുന്നില്ല. എന്തുകൊണ്ട്? ഈ വീടിന്റെ ഉത്തരവാദിത്തം മുഴുവൻ ഇപ്പൊ നിനക്കാ. നിനക്ക് എന്ത് തീരുമാനം വേണമെങ്കിലും എടുക്കാം, എല്ലാവരും അത് അംഗീകരിക്കും. പക്ഷേ അതിന്റെ ഉത്തരവാദിത്തം നിനക്ക് മാത്രമായിരിക്കും. അഭിപ്രായം ചോദിക്കാൻ എന്റെ അടുത്ത് വരേണ്ടതില്ല. ഈ വീട്ടിലൊരു പ്രശ്നമുണ്ടെങ്കിൽ ഞാൻ പിന്നെ ബിൽഗേറ്റ്സിനോട് പോയി പറയണോ? നിങ്ങളല്ലേ ഈ വീടിന്റെ ഭരണ പരിഷ്കാര കമ്മീഷൻ ചെയർമാൻ. ഈ വീടിന്റെയും ഇവരുടെയും കാര്യത്തിന് ഒരഭിപ്രായവും എന്നോട് ചോദിക്കണ്ട. അതിനാണ് നിന്നെ കാര്യങ്ങൾ ഏൽപ്പിച്ചത്. ദേ, നിന്റെ ഒപ്പീനിയനും എന്റെ ഒപ്പീനിയനും തമ്മിൽ ചേരില്ല. മോരും മുതിരയും പോലെ. പിന്നെ ഒരു മോരും മുതിരയും? ഈ പൊട്ടത്തരം എന്തായാലും ഞാൻ പറയത്തില്ല. അതെ, എനിക്കൊന്നേ പറയാനുള്ളൂ. നിനക്ക് എന്ത് തീരുമാനം വേണമെങ്കിലും എടുക്കാം. പക്ഷേ അതുകൊണ്ട് ഈ വീട്ടിലുള്ള എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കണം, അത്രേ ഉള്ളൂ. പിന്നെ ഒരു കാര്യം, നീ എടുക്കുന്ന തീരുമാനങ്ങൾ ഈ കുടുംബത്തിലെ ആരെയെങ്കിലും വേദനിപ്പിച്ചാൽ അത് ഞാൻ സഹിക്കില്ല. മൈൻഡ് ഇറ്റ്. ഒരു മിനിറ്റ്. അപ്പോ ഞാൻ എന്ത് തീരുമാനം എടുത്താലും നിങ്ങൾക്ക് ഓക്കെയാണ്, അങ്ങനെയല്ലേ? പക്ഷെ ആരും സങ്കടപ്പെടാനും പാടില്ല. ഇതല്ലേ കണ്ടീഷൻ? അതെ, ഇനി ആവർത്തിക്കണ്ട. എന്റെ കാര്യം സംസാരിക്കാന് ജ്യോതി DK തടഞ്ഞു നിർത്തിയത്. എന്റെ കാര്യം ഏതാണ്ട് ഓക്കെ ആയി. ഇപ്പോ DK പെർമിഷൻ കൊടുത്തതുപോലെ ബാക്കി ജ്യോതി നോക്കിക്കോളൂ. ജ്യോതി എന്ത് തീരുമാനിച്ചു?
എല്ലാം ഓക്കെ അല്ലേ? പറയാവേ, നിങ്ങൾ കുറച്ച് വെയിറ്റ് ചെയ്യും. എല്ലാം ശരിയാവും. എല്ലാം ശരിയാവും. ജ്യോതി, നീ എടുക്കാൻ തുടങ്ങുന്ന തീരുമാനമാണ് ഈ വീടിന്റെ അടിവേരിൽ കൊള്ളുന്ന ആദ്യത്തെ വെട്ട്. പ്രശ്നങ്ങളുടെ ഘോഷയാത്രയായിരിക്കും ഇനി ഈ അമരാവതിയിൽ. സത്യമാണ് ബാലു, ജ്യോതി ഒരു വെറും പാവാ. മനസ്സിൽ ഒരുപാട് നന്മയുള്ളവളാ. ആ മായേച്ചിയുടെ വാക്ക് കേട്ട് ഞാൻ ജ്യോതിയെ ശത്രുവായി കണ്ടത് വളരെ തെറ്റായി പോയെന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സ്നേഹം എങ്ങനെയാവണമെന്ന് ജ്യോതിക്ക് നല്ലതുപോലെ അറിയാം. ഞാൻ നിന്നെ വല്ലാതെ മിസ് ചെയ്യുന്നു ഇതുവരെ ഇവിടെ ഒരാൾക്കും മനസ്സിലായില്ല. പക്ഷെ ജ്യോതിക്കത് മനസ്സിലായി. അതുകൊണ്ടാ അവൾ എന്നെ നിന്റെ അടുത്തേക്ക് അയക്കുന്നത്. ഷീസ് ഗ്രേറ്റ് ബാലു. സോറി, നീ എന്റെ മുറിയിൽ വന്നതെന്ന് സംസാരിക്കാണോ? ഞാൻ പിന്നെ വരാം. വേണ്ട മായിച്ചി, ഞങ്ങള് സംസാരിച്ചു കഴിഞ്ഞു. ശരി ബാലു, ഞാൻ പിന്നെ വിളിക്കാം. ഞാൻ ചെല്ലുന്ന കാര്യം പറഞ്ഞിട്ട് ബാലുവിന് ഇപ്പോഴും വിശ്വാസം വന്നിട്ടില്ല. എനിക്കും അത് തന്നെ അവസ്ഥ. എന്നാലും ആ ബേക്കറിക്കാരിക്ക് ഇത്രയും കഴിവുണ്ടായിരിക്കുമെന്ന് ഞാൻ കരുതിയില്ല. DKയുടെ തീരുമാനത്തെ പോലും മാറ്റിമറിക്കാൻ അവൾക്ക് പറ്റും. മായിച്ചി, ഉറപ്പായിട്ട് എന്നെ ദുബായിക്ക് വിടുമല്ലോ അല്ലേ? പിന്നല്ലാതെ. പക്ഷേ കാര്യങ്ങൾ ഇതുകൊണ്ടും ആയില്ല. ഇതിന് ഒരു സ്ട്രോങ് സപ്പോർട്ട് കൂടി വേണം. നിന്നെ ദുബായിലേക്ക് വിടാനുള്ള തീരുമാനത്തിൽ നിന്നും ജ്യോതിക്ക് ഒരിക്കലും മാറാതിരിക്കാനാ ആ സപ്പോർട്ട്. അതിനിപ്പോ ആരുണ്ട്? താര. താരയെ മുറുകെ പിടിച്ചാ മതി. ജ്യോതിയുടെ മനസ്സ് മാറാതെ അവള് നോക്കിക്കോളും. നിനക്ക് വേണ്ടി അവള് ജ്യോതിയുടെ കൂടെ നിന്ന് എല്ലാം സമ്മതിപ്പിച്ചു തരും. ചെന്ന് അവളെ ഒന്ന് സോപ്പിട്ട് കാര്യം പറഞ്ഞാ മതി. ഇപ്പൊ തന്നെ ചെല്ല്. താങ്ക് യു സോ മച്ച്. സൂപ്പർ ഐഡിയ. ഞാൻ ഇപ്പൊ തന്നെ ചെന്ന് താരച്ച് സോപ്പിടാം. നീ വേഗം ചെല്ല് ചിത്രേ. അവള് നിനക്ക് എല്ലാം ശരിയാക്കി തരും. സർവം ശുഭം. വലിയ സന്തോഷത്തിലാണല്ലോ. ആ സന്തോഷം പൂർണ്ണമാകണമെങ്കിൽ താരേച്ചി എന്നെ സഹായിക്കണം. നീ കാര്യം പറ പെണ്ണേ. എവിടെ പുതിയ റെസ്റ്റോറന്റ് തുടങ്ങാൻ പ്ലാൻ ചെയ്താലും DK ആദ്യം അങ്ങോട്ട് അയക്കുന്നതും എന്റെ ബാലുവിനെ ആയിരിക്കും. അതിന് എത്ര നാളെന്ന് വെച്ചാ ഇങ്ങനെ അവിടെ ഇവിടെയായിട്ട് കഴിയുന്നത്? അടുത്ത താരേച്ചി. വൈദ്യൻ ഇച്ഛിച്ചതും രോഗി കൽപ്പിച്ചതും ഒന്ന് തന്നെയാണല്ലോ എന്റെ കൃഷ്ണ. ബാലുവിനെ തിരികെ കൊണ്ടുവരണമെന്നായിരിക്കും ഇവളുടെ ആഗ്രഹം. എന്താ ചെയ്യണ്ടെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല താരേച്ചി. എടി പെണ്ണെ, കല്യാണം കഴിഞ്ഞ ഭാര്യ ഭർത്താക്കന്മാര് വേർപിരിഞ്ഞ് താമസിക്കേണ്ടി വരുന്നത് നരകം തന്നെയാ. ഒരു കാര്യം ചെയ്യാം, നിന്റെ പ്രോബ്ലം ഞാൻ സോൾവ് ചെയ്യാം. എങ്ങനെ? നിന്നെയും നിന്റെ ഭർത്താവിനെയും ഒരിടത്താക്കി തരാം ഞാൻ. എന്താ, അത് മതിയോ? അത് മതി.
ഇത്ര പെട്ടെന്ന് താരേച്ചി ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കി തരുമെന്നും ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. താങ്ക് യു താരേച്ചി. എടി പെണ്ണെ, നമ്മള് ചേച്ചി അനിയത്തിയല്ലേ? നല്ല സ്നേഹത്തോടെ വേണ്ടേ ഈ വീട്ടിൽ നമ്മൾ ജീവിക്കാൻ? നിന്റെ പ്രശ്നം എന്തായാലും ഞാൻ ഹെൽപ്പ് ചെയ്തിരിക്കും. സത്യം? എങ്കിൽ പിന്നെ ഞാൻ പറയട്ടെ. നീ പറയേ. എന്നാ ആ ജ്യോതിയോട് എന്റെ കാറ്റൊന്ന് റെക്കമെൻഡ് ചെയ്യണം. എന്നോട് അവള് സമ്മതിച്ചു. ഇനി താരേച്ചി കൂടി പറഞ്ഞ ഇത് സാധിക്കുമെന്ന് എനിക്ക് ഉറപ്പാ. അവൾ എന്താ സമ്മതിച്ചത്? എന്നെ ഇവിടുന്ന് ദുബായില് ബാലുവിന്റെ അടുത്തേക്ക് അയക്കാൻ ജ്യോതി സമ്മതിച്ചു. അതാ ഡിക്കയോട് ജ്യോതി ചോദിച്ചത്. ജ്യോതിയുടെ തീരുമാനത്തിന് ഡിക്ക് ഇത് വിട്ടില്ലേ? ഇനി ചേച്ചി കൂടി പറഞ്ഞാ മതി, എല്ലാം ഓക്കെ. ഞാനിത് ബാലുവിനെ വിളിച്ച് പറയട്ടെ. ഈശ്വര, പണി പാളി. മായച്ചി, എല്ലാം തെറ്റി. പ്ലാൻ മൊത്തം ഇപ്പൊ തല തിരിഞ്ഞു. അവള് പറഞ്ഞിട്ട് പോയത് കേട്ടില്ലേ? അവൾക്ക് ദുബായ് പോണെന്ന്. ആ ജ്യോതി അവൾക്ക് വാക്ക് കൊടുത്തെന്ന്. അതെങ്ങനെയാ മായച്ചി? അവൾ എനിക്കല്ലേ വാക്ക് തന്നത്? എന്നെയും ഗോകുലിനെയും വിടാൻ അവള് സമ്മതിച്ചതല്ലേ? അവള് ഡബിൾ ഗെയിം കളിക്കാതാരേ. സത്യമാണോ മായച്ചി? അതെ. ഇല്ലെങ്കിൽ അവള് നിനക്ക് തന്ന വാക്ക് മാറ്റി ചിത്രയ്ക്ക് കൊടുക്കൂ. നീയും ഗോകുലും ദുബായിക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്ന വിവരം നിനക്കും എനിക്കും അല്ലാതെ മറ്റാർക്കും അറിയില്ലല്ലോ. പിന്നെ അറിയാവുന്നത് ജ്യോതിക്കല്ലേ. അപ്പോ അവള് നിന്റെ ഐഡിയ ചിത്രയോട് പറഞ്ഞു. ചിത്രയെ ദുബായിക്ക് അയക്കാൻ വേണ്ടിയാ അവള് കാര്യങ്ങൾ നീക്കുന്നത്. എന്നോട് മാത്രമല്ല, അവൾക്ക് നിന്നോടും ദേഷ്യമുണ്ടെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? ഇതിന്റെ പേരില് നീയും ചിത്രയും തമ്മിലടിക്കണം. ഈ വീട്ടില് വഴക്കുണ്ടാവണം. അതാണ് അവളുടെ ലക്ഷ്യം. എന്തിനാ അവൾ അങ്ങനെ ഒരു ഗെയിം കളിക്കുന്നത്? ഡിവൈഡ് ആൻഡ് റൂൾ എന്ന് കേട്ടിട്ടില്ലേ നീ? ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന തന്ത്രമാണ് അവള് കളിക്കുന്നത്. ചിത്ര ഒരു പാവം. അവൾക്ക് ഇതിന്റെ പ്ലാനിംഗ് ഒന്നും അറിയില്ല. ജ്യോതിക്കിപ്പോ നിന്നെ ഇവിടുന്ന് ഓടിക്കണം. ചിത്രയെ മാറ്റി നിർത്തണം. നിങ്ങൾ രണ്ടും ഇല്ലെങ്കിൽ പിന്നെ എന്നെ ഇവിടുന്ന് എളുപ്പത്തിൽ ഒഴിവാക്കാം എന്നായിരിക്കും അവള് കണക്ക് കൂട്ടിയത്. നീ അവളുടെ പ്ലാനിങ്ങിൽ വീണുപോയി. ഒന്നും ഞാൻ പറയാം, അവളെ വിശ്വസിച്ച ഇനി നിന്റെ കാര്യം നടക്കില്ല. അപ്പൊ പിന്നെ ഞാൻ എന്ത് ചെയ്യും മായച്ചി? നിന്റെ ഭർത്താവിന്റെ സഹായം മാത്രം നീ വിശ്വസിച്ചാ മതി. അവനെ കൊണ്ട് ഡിക്കയോട് നീ പറയിക്കണം. ദുബായിക്ക് പോകേണ്ടത് നീയും ഗോകുലുമാണ്. അത് നീ മറക്കരുത്. അതിന് വേണ്ടുന്നതൊക്കെ നീ തന്നെ ചെയ്യണം. ജ്യോതി നിന്നെ ചതിക്കും, ഉറപ്പാ.